ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുഗമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കാറിൻ്റെ കീ ദേവികയ്ക്ക് തിരികെ നൽകിക്കൊണ്ട് തനിക്ക് ഈ ജോലിയിൽ യാതൊരു സന്തോഷവും സ്വാതന്ത്ര്യവും ലഭിക്കുന്നില്ലെന്നും ജോലി ഉപേക്ഷിക്കുകയാണെന്നും പറയുന്നു. തൻ്റെ ആത്മാർത്ഥ സുഹൃത്തായ നന്ദനെ കാണാതായിട്ടും ഇവിടെ ആർക്കും ഒരു വിഷമവുമില്ലെന്ന് മുരളി കുറ്റപ്പെടുത്തുന്നു. നന്ദനെ കണ്ടെത്താൻ നാളെ മുതൽ ഇറങ്ങുമെന്നും ഈ ജോലി അതിനൊരു തടസ്സമാണെന്നും വ്യക്തമാക്കുന്നു. നന്ദനെ കണ്ടെത്താൻ ഹരിവക്കീൽ കൃത്യമായ വഴികളിലൂടെ അന്വേഷണം നടത്തുന്നുണ്ടെന്ന് ദേവിക മുരളിയോട് ആണയിട്ട് പറയുന്നു. ഈ സമയം ശാരിക ഇടപെട്ട് മുരളിയേട്ടൻ തങ്ങളുടെ സ്വന്തം ഏട്ടനെ പോലെയാണെന്നും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അനിയത്തിയെ ഇട്ടിട്ടു പോകുന്നത് ശരിയല്ലെന്നും പറഞ്ഞ് കീ തിരികെ നൽകുന്നു. നാളെ രാവിലെ തന്നെ കാറുമായി വരണമെന്നും ചില സ്ഥലങ്ങളിൽ പോകാനുണ്ടെന്നും ദേവിക ചിരിയോടെ പറയുന്നു. മുരളി സന്തോഷത്തോടെ സമ്മതിച്ച് യാത്രയാകുന്നു. വീട്ടിലെ അവസ്ഥയോർത്ത് തനിക്ക് ഭ്രാന്ത് പിടിക്കുകയാണെന്നും നന്ദന്റെ ഡയറിക്കുറിപ്പ് കണ്ടതിൽ പിന്നെ സമാധാനം ഇല്ലെന്നും ഗിരിയുടെ അമ്മയോട് രജനി പറയുന്നു. മനുഷ്യൻ ചില സാഹചര്യങ്ങളിൽ അങ്ങനെ എഴുതുമെന്നും അതിൽ പിടിച്ച് തൂങ്ങേണ്ടതില്ലെന്നും പറഞ്ഞ് രജനിയെ ഭക്ഷണം കഴിക്കാൻ ഗിരി നിർബന്ധിക്കുന്നു. ഗിരിയോട് മിണ്ടരുതെന്ന് ദേഷ്യപ്പെടുന്നു രജനി. തൻ്റെ അച്ഛനും MLA ആയ ദേവികയ്ക്കും ഗിരിക്കുമൊന്നും ഈ കേസിൽ ഒരു താല്പര്യവുമില്ലെന്ന് രജനി കുറ്റപ്പെടുത്തുന്നു. നന്ദൻ എഴുതിയത് ആത്മഹത്യാക്കുറിപ്പ് പോലെയാണെന്ന് തോന്നി തനിക്ക് ആകെ ടെൻഷനാണെന്ന് പറഞ്ഞ് രജനി അകത്തേക്ക് പോകുന്നു. നന്ദനെയും ദേവികയെയും കുറിച്ച് ആലോചിച്ച് പെട്ടെന്ന് ശ്വാസം മുട്ടൽ മാധവന് വരുന്നുണ്ട്. തൻ്റെ മകളുടെ ജീവിതം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണെന്നും അവൾക്ക് നാഥനില്ലാതായെന്നും മാധവൻ വിഷമിക്കുന്നുണ്ട്. ഈ സമയം ചേച്ചി ഇപ്പോൾ ഒരു MLA ആണെന്നും ഒരു നാട് ഭരിക്കുന്നവർക്ക് എന്തിനാണ് ഒരു നാഥൻ എന്ന് ചോദിച്ച് ശാരിക അച്ഛനോട് തർക്കിക്കുന്നു. നന്ദനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തുമെന്ന് പറഞ്ഞ് അച്ഛൻ ഉറപ്പു നൽകുന്നു ദേവികയ്ക്ക്. ചേച്ചി പോകാൻ വേണ്ടി കള്ളം പറയുകയാണെന്ന് ശാരിക അമ്മയോടും അച്ഛനോടും പറയുന്നു. എന്നാൽ ദേവിക മോൾ കള്ളം പറയില്ലെന്ന് മാധവൻ വിശ്വസിക്കുന്നു. ദേവികയ്ക്ക് ഒരു പണി കൊടുക്കാനായി പ്രഭാവതിയുടെ വീട്ടിൽ കെവിൻ എത്തുന്നു. അന്ന് ഇസബെല്ലയെ അപമാനിച്ചിറക്കി വിട്ടത് ക്രൂരതയാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. തുടർന്ന് മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ വെച്ച് തൻ്റെ ഒരു സുഹൃത്ത് നന്ദനെ കണ്ടതായി കെവിൻ പ്രഭാവതിയോട് പറയുന്നു. കൂടാതെ നന്ദൻ ഡിപ്രഷനിലായിരുന്നപ്പോൾ തന്നോട് ആത്മഹത്യയെക്കുറിച്ച് സംസാരിച്ചതായും കെവിൻ പറഞ്ഞ് പേടിപ്പിക്കുന്നു. തനിക്ക് സിദ്ധുവിൻ്റെയും ദേവികയെയും കൂട്ടി അങ്ങോട്ടേക്ക് പോകണമെന്നും കെവിൻ്റെ സുഹൃത്തിനെ വിളിക്കാനും പ്രഭാവതി ആവശ്യപ്പെടുന്നു. അതിൻ്റെ ആവശ്യമില്ലെന്നും ഈ വിവരം അവരെ അറിയിച്ചാൽ മാത്രം മതിയെന്നും കെവിൻ പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. വീട്ടിൽ നിന്നും പരിഭ്രമത്തോടെ ഇറങ്ങിയോടുന്ന ദേവികയോട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ശാരിക ചോദിക്കുന്നു. അവിടേക്ക് വന്ന് നന്ദനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് ദേവികയോട് ചോദിക്കുന്നുണ്ട്. ചേച്ചി ഒരു മണ്ഡലത്തിലെ MLA ആണെന്നും രാവിലെ കല്യാണവും വൈകുന്നേരം മരണവും ജനങ്ങളുടെ കാര്യങ്ങളും നോക്കാനുണ്ടെന്നും പറഞ്ഞ് ശാരിക വീട്ടുകാരുടെ ചോദ്യങ്ങളിൽ നിന്നും ദേവികയെ രക്ഷപ്പെടുത്തി വിടുന്നു. ഇതിനെ ചൊല്ലി ശാരികയും രാധികയും തമ്മിൽ വഴക്കാകുന്നു. നന്ദനെ മധുരയിൽ കണ്ട കാര്യം സിദ്ധാർത്ഥനോട് പറയുന്നു. നന്ദൻ ആത്മഹത്യ ചെയ്യാൻ സാധ്യതയുണ്ടോ എന്ന് ആശങ്കപ്പെടുന്നു. തങ്ങളുടെ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കുമെന്ന് കരുതി നിങ്ങൾക്ക് നന്ദൻ ഒരു ഭാരമായി മാറിയോ എന്ന് പ്രഭാവതി ചോദിക്കുന്നു. നന്ദൻ അത്ര വലിയ ഭക്തിയൊന്നുമില്ലെന്നും ആത്മഹത്യ ചെയ്യാൻ അവൻ മധുര വരെ പോകേണ്ടതില്ലെന്നും വളരെ കൂളായി മറുപടി പറയുന്നു സിദ്ധാർത്ഥൻ. പ്രഭാവതിയുടെ ചോദ്യങ്ങൾ അതിരുകടക്കുന്നു എന്ന് പറഞ്ഞ് സിദ്ധാർത്ഥൻ അവരെ വഴക്ക് പറയുന്നു. ദേവിക പറയാണ്, മുരളിയേട്ടാ പെട്ടെന്ന് സ്പീഡിൽ പോ എന്ന് പറഞ്ഞ് വെപ്രാളപ്പെടുന്നുണ്ട്. നെടുമങ്ങാട്ടേക്ക് പോകാൻ ആവശ്യപ്പെടുന്നു. ആദ്യം പതുക്കെ പോകാൻ പറഞ്ഞിട്ട് ഇപ്പോൾ പരമാവധി സ്പീഡിൽ പോകാൻ പറയുന്നതിൽ തനിക്ക് ഭ്രാന്ത് പിടിക്കുന്നുവെന്ന് മുരളി പറയുന്നു. എങ്കിലും ദേവികയ്ക്ക് എന്തോ വിവരം ലഭിച്ചെന്ന് മനസ്സിലാക്കി മുരളി വണ്ടി വേഗത്തിൽ ഓടിച്ചു പോകും.